പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജീന ജെ. ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസറായി പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസ് നാഗ്പൂർ മഹാരാഷ്ട്രയിൽ സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് മാസം 8-ാം തീയതി 2025 2013 നവംബറിലാണ് ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഞാനൊരു ബിടെക്കും എംടെക്കും നെറ്റ് ക്വാളിഫൈഡുമായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു. എന്നാൽ ഞാൻ 2013 സേവനത്തിൽ കയറുമ്പോൾ ഞാൻ സോർട്ടിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് കയറുന്നത്. എനിക്ക് ജോലി ലഭിച്ചതിൻ്റേതായൊരു സന്തോഷമുണ്ടെങ്കിലും അന്ന് മുതൽ ഈ പുതിയ പ്രൊമോഷൻ ലഭിക്കുന്നത് വരെ ഒരു ചെറിയ ജോലി ചെയ്യുന്നതായ ഒരു വിഷമം എൻ്റെ ജീവിതത്തിലുടനീളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കഴിയുന്ന എല്ലാ എക്സാമുകളും ഞാൻ എഴുതിക്കൊണ്ട് തന്നെ ഇരുന്നു. അത് PSC ആവട്ടെ, SSC ആവട്ടെ, UPSC, RRB എന്നിങ്ങനെ എനിക്കറിയില്ല ഏതൊക്കെ പരീക്ഷകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ 11 വർഷത്തോളം ഞാൻ ഈ സർവീസ് വളരെ നല്ല സേവനമാണ്, നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ്. എങ്കിൽ പോലും എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ളൊരു ജോലി കിട്ടുന്നില്ലല്ലോ എന്നൊരു ഉള്ളിലുള്ളൊരു വിഷമം എന്നെ വിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു അമ്മയാണ്, 3 കുട്ടികളുടെ അമ്മയാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ ശരിക്കുള്ള സ്ഥലം എറണാകുളം ജില്ലയാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതാണ് നാഗ്പൂർ. അങ്ങനെ ഇരിക്കെ 11 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാം, എൻ്റെ ലൈഫിലെ അവസാനത്തെ എക്സാം ആണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതാൻ തീരുമാനം എടുക്കുന്നത്. കാരണം ഓരോ പരീക്ഷ എഴുതുമ്പോഴും എൻ്റെ ഫാമിലി അടക്കം, എൻ്റെ കുഞ്ഞുങ്ങളടക്കം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. കാരണം ഓരോ സമയം അത് പരീക്ഷ ട്രിവാൻഡ്രത്ത് വെച്ചായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനെന്ന് പറഞ്ഞ് കുറേ സമയം പോവും. അങ്ങനെ പ്രാർത്ഥന ഉണ്ടെങ്കിലും എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ എത്തിച്ചേരുന്നില്ല. അങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കൃപാസനം എന്ന ദേവാലയത്തെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ എന്താണെന്നോ, ഇവിടുത്തെ എന്താണ് പ്രത്യേകത, ഇവിടുത്തെ ആചാരങ്ങൾ എന്താണ്, ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, ഇവിടുത്തെ നിയോഗങ്ങൾ എന്താണ്, ഒന്നും എനിക്കറിയില്ല. എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം പോകുമ്പോഴും ഇവിടെ ഒരു ജനത്തിരക്കും ഒക്കെ കാണാറുണ്ട്. പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പരീക്ഷ എഴുതുന്ന സമയമൊക്കെ ആകുമ്പോൾ ഈ പരീക്ഷ വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ നവംബർ ഡിസംബർ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ആദ്യം ഡെയിലി ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബിലെ പ്രാർത്ഥന കാണാറുണ്ടായിരുന്നു. അതിനിടയിലൂടെ ഇങ്ങനെ യൂട്യൂബിൽ ജോസഫ് അച്ഛൻ്റെ അനുദിന പ്രാർത്ഥന ഡെയിലി ബ്രെഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാണാറുണ്ട്. അപ്പം ഞാൻ അത് സബ്സ്ക്രൈബ് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു പ്രത്യേക ഒരു എനർജിയാണ്. അന്ന് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അന്നത്തെ ബ്ലെസ്സിങ് ആണ്. അന്ന് നമ്മളൊരു ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ, നമ്മുടെ അന്നത്തെ ജീവിതം ആരംഭിക്കുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ അന്നത്തെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഉള്ളൊരു പ്രത്യക്ഷീകര പ്രാർത്ഥന. ആദ്യം ഞാൻ പ്രത്യക്ഷീകര പ്രാർത്ഥന സ്കിപ്പ് ചെയ്തിട്ട് ഈ പ്രാർത്ഥന മാത്രം കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് രണ്ടും കേൾക്കും. അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ അച്ഛൻ പറയുന്നത് വചനം എഴുതിയെടുക്കും. അങ്ങനെ അത് കണ്ടിന്യൂസ് അതിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ഭാഗമായി മാറി. അങ്ങനെ ഡെയിലി ഇത് കേൾക്കാറുണ്ട്. അതിനിടയിൽ നോട്ടിഫിക്കേഷൻ വന്നു, പരീക്ഷ എഴുതി. ജനുവരി 25 എൻ്റെ എക്സാം. ആ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥന കേൾക്കണം. പക്ഷേ കൃത്യമായിട്ട് 5:30 ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും അത് കേൾക്കും, അന്നത്തെ പ്രാർത്ഥന. അങ്ങനെ ഈ AAO എക്സാം, അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസർ എക്സാം വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമാണ്. ഇപ്പോൾ ഈ ഇടക്കാലത്ത് 2018, 2022 പിന്നെ 2024 ഉണ്ടായിരുന്നത്. 2018 അത് വിത്ത് ബുക്കായിരുന്നു. അന്ന് കിട്ടാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു, ഒത്തിരി വേക്കൻസി ഉണ്ട്. 2022 ആയപ്പോഴത്തേക്കും ബുക്കൊന്നുമില്ല, നമ്മൾ തന്നെ പഠിച്ച് നല്ല രീതിയിൽ ഡിസ്ക്രിപ്റ്റീവായിട്ടൊക്കെ എഴുതണം. 24 ആയപ്പോഴും വിത്തൗട്ട് ബുക്കാണ്. 6 പേപ്പറുണ്ട്, 3 ദിവസം എക്സാം, ഒരു ദിവസം 2 പേപ്പർ വെച്ച് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം ഞാൻ വർക്ക് ചെയ്ത സാധാ ഓപ്പറേഷണൽ ഫീൽഡിലാണ്. സാധാ ഒരു സോർട്ടിംഗ് ആണ് ഞങ്ങളുടെ ജോലി. അത് കത്ത് വരുന്നു, അത് സോർട്ട് ചെയ്യുന്നു. അതിനിടയിൽ കൂടെ ഞാൻ കുറച്ച് നാൾ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ വിവരങ്ങളൊക്കെ എനിക്കുള്ളൂ.
അങ്ങനെ ഞാൻ പക്ഷേ എങ്കിലും എനിക്ക് ബുക്കുകളൊക്കെ വായിക്കുന്നത് ഇഷ്ടമാണ്, കളക്ട് ചെയ്തൊക്കെ വെക്കും. അപ്പം ഞാൻ ഈ പരീക്ഷ വന്നപ്പോൾ എങ്ങനെ പഠിക്കും എന്ന് എനിക്ക് അറിയില്ല, എന്തൊക്കെ കളക്ട് ചെയ്യണം എന്നറിയില്ല, ആരോട് ചോദിക്കും, ഏത് കോച്ചിങ്ങിന് പോകണം ഒന്നും അറിയില്ല. അത് പക്ഷേ മാതാവ് എനിക്ക് ഓരോ സമയത്തും അതിൻ്റെ ഒരു ഗൈഡൻസ് പോലെ എൻ്റെ ഇങ്ങനെ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നുണ്ടായിരുന്നു. പഠിക്കാനായിട്ടുള്ള വീട്ടിലെ സാഹചര്യങ്ങൾ, കുഞ്ഞിനോടൊപ്പം വളരെ ചെറിയ കുഞ്ഞായിരുന്നു, 6 മാസമൊക്കെ പ്രായം ഉണ്ടായിരുന്നുള്ള ആ സമയത്ത്. അപ്പം എങ്കിലും ആ സമയത്തെല്ലാം മാതാവ് അതൊന്നും എനിക്ക് എങ്ങനെയാണ് ശരിയായി വരുന്നതെന്ന് അറിയില്ല, മാതാവ് എല്ലാം ഒരുക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി. എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ പറ്റും, ഇനി ഞാൻ എഴുതാൻ പോകുന്നില്ല, ഒരു എക്സാം എഴുതില്ല എന്ന് ഉറപ്പിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ടെൻഷൻ കൂടി, ഓരോ സമയമാകുമ്പോഴും കൂടുതൽ ടെൻഷനായി. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഇവിടെ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്? അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അവിടെ പോയാലേ അവിടുത്തെ ഒരു അന്തരീക്ഷം നിങ്ങൾ പോയി കാണണം, അവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല, അവിടെ പോയി എടുക്കണമെന്ന്. പക്ഷേ ആദ്യം എനിക്ക് പോകാനെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഓൺലൈനിൽ എടുക്കാമെന്ന് അറിഞ്ഞത് കേട്ട് ഓൺലൈനിൽ ഞാനൊരു ഉടമ്പടി അങ്ങ് എടുത്തു. അതുമുതൽ എനിക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതിൽ കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്, നമ്മൾ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യണം. പക്ഷേ ഞാൻ അധികം ജോലിക്ക് പോകുന്നെങ്കിൽ ഹസ്ബൻഡ് കൊണ്ടുവിടും, തിരിച്ച് വിളിച്ചുകൊണ്ട് ഒരാളുടെ ഇടയിൽ അങ്ങനെ ഒരിടവും പുറത്ത് പോകാറൊന്നുമില്ല. അപ്പോൾ എങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും എന്നുള്ളതായി ടെൻഷൻ. അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം, അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ നടയാണ് അവിടെയൊക്കെ. അപ്പോൾ അവിടെ ഒരു ചേച്ചി എന്നോട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, മോളെ എൻ്റെ മകൾക്ക് ഓപ്പറേഷനാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഇന്ന് അവൾക്ക് കൊടുക്കാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, അവൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാൻ കുറച്ച് പൈസ തരുമെന്ന് ചോദിച്ചു. സത്യത്തിൽ എൻ്റെ കയ്യിൽ അന്ന് പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ഇല്ല തരാൻ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എനിക്ക് ഒന്നും തരണ്ട, എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ മതി, ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ മതി. ശരി എന്ന് പറഞ്ഞ് ഞാനും അച്ഛച്ചും കൂടെ പോയി കടയിൽ പോയി കുറച്ച് സാധനം മേടിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞതെല്ലാം മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അന്ന് എൻ്റെ കയ്യിൽ പത്രം ഇത്രയധികം ഒന്നുമില്ല, കയ്യിലൊരു പഴയ പത്രം ഞാൻ പള്ളിയിലൊക്കെ സ്റ്റാൻഡിൽ ചിലപ്പോൾ ഇങ്ങനെ വേണ്ടാതെയൊക്കെ ഇട്ടേക്കും, ആരെങ്കിലും വെച്ചിട്ട് പോകും, അതൊക്കെ ഞാനെടുത്ത് എനിക്ക് ഒരെണ്ണം ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്, അതെൻ്റെ കയ്യിലുണ്ടെന്ന്. അത് ഞാൻ ചേച്ചിയുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കൃപാസനത്തിൽ ചേച്ചി പോകണം, അവിടെ ഭയങ്കര മിറാക്കിളാണ്, ചേച്ചി പോകണം. അപ്പോൾ എനിക്കറിയാം മോളെ ദൈവം അനുഗ്രഹിക്കുന്നു, ഇത്ര മാത്രമേ പറഞ്ഞോളൂ. പിന്നെ ഞാൻ ആ ചേച്ചിയെ കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷേ അന്ന് എനിക്ക് ചിലവായത് 500 രൂപയിൽ ചില്ലറയായിരുന്നു. അന്ന് വൈകുന്നേരം എനിക്ക് ആ പൈസ മറ്റൊരു വിധത്തിൽ എനിക്ക് തിരിച്ചു കിട്ടി. അത് വളരെ അപ്രതീക്ഷിതം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നത് തിരിച്ചു കിട്ടുന്നത്. അത് ശരിക്കും ഞാൻ ലോട്ടറിയൊക്കെ എടുക്കുന്ന ആളൊന്നും അല്ല, ചുമ്മാ ഞാൻ എടുത്ത് വെച്ചതാണ്. അത് 2000 രൂപ അടിച്ചു. അതായത് 500 രൂപയ്ക്കകത്ത് എനിക്ക് ചിലവായുള്ളൂ 2000 രൂപ എനിക്ക് ലോട്ടറി അടിച്ചത്. പിന്നെ എനിക്ക് അടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് മാതാവ് എനിക്കൊരു അടയാളം തന്നതാണ്, നീ എന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞൊരു. കാരണം ഞാൻ എപ്പോഴും കൊന്ത ശരീരത്തിൽ ഉപയോഗിക്കും, എപ്പോഴും ഞാൻ മാലയിടും, പക്ഷേ ചെറുപ്പത്തിൽ എനിക്ക് ജപമാലയൊക്കെ ചൊല്ലും. പിന്നെ എൻ്റെ വിശ്വാസം കുറഞ്ഞു പോയി, മധ്യസ്ഥ പ്രാർത്ഥനകളിലൊക്കെ ഉള്ള വിശ്വാസം കുറഞ്ഞു പോയി. പിന്നെ മാതാവ് എന്നെ അടുപ്പിക്കലായിരുന്നു. അങ്ങനെ മാതാവിലേക്ക് അടുത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നു. പിന്നെ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ജീവിതത്തിന് മുഴുവനായിട്ട്, കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ റിസൾട്ട് വരുന്നത് മെയ് മാസം 9-ാം തീയതി. അതായത് എൻ്റെ ഉടമ്പടി എടുത്ത് 3 മാസം ആയിട്ടില്ല, അതിനു മുമ്പ് റിസൾട്ട് ആയിപ്പോയി. എന്നെ റിലീവ് ചെയ്യുന്നതും ഒക്കെ ലേറ്റായി. അങ്ങനെ എനിക്ക് ഇടയ്ക്കൊന്നും ഇവിടെ വരാൻ പറ്റില്ല, നാഗ്പൂരാണ് പോസ്റ്റിങ്. മാർക്ക് ഓരോ പേപ്പറിനും 40 മാർക്ക് വേണം. രാവിലെ ഉണ്ട്, ഉച്ച കഴിഞ്ഞ് പരീക്ഷയുണ്ട്, അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് പരീക്ഷ. ഓരോ പേപ്പറും ജനറൽ മെറിറ്റിൽ 40 മാർക്ക് വേണം. ടോട്ടലായിട്ട് നമ്മൾ മെറിറ്റ് ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്യണം. ഇതായിരുന്നു കണ്ടീഷൻ. അപ്പോൾ ജനറലിൽ കിട്ടുമെന്നുള്ളത് ആ ഒരു ടെൻഷൻ എപ്പോഴും എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹോൾ ടിക്കറ്റിൽ മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കൈയും കാലം എനിക്ക് അറിയില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉടമ്പടിയിലാണോ വേറെ നിങ്ങൾ ആലോചിക്കരുത്, പേടിക്കരുത്, പിന്നെ ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളും. എങ്കിലും ഞാൻ ആദ്യം റിസൾട്ട് നോക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് പേടിച്ചു.
എങ്കിലും നോക്കിയപ്പോൾ ഏറ്റവും ലാസ്റ്റ് ജനറലിൽ 392.5 മാർക്കാണ് എൻ്റേത്. പിന്നീടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് 0.25 കിട്ടിയ ആൾക്ക് കിട്ടിയിട്ടില്ല. അത് ജനറൽ മെറിറ്റിൽ ഏറ്റവും ലാസ്റ്റ്. ഞാൻ ഇപ്പോഴും അത് മാതാവിനോട് എൻ്റെ ജീവിതം ഞാനൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി ആകണമെന്ന് ഞാൻ അന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റണം, എനിക്കും എൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റണം എന്നുള്ള ഒരു വരി കൂടെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. പിന്നെ ഞാൻ എവിടെയും ഒരു നാണക്കേടും കൂടാതെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഞാനൊരു ഗ്രൂപ്പ് ബി ഗസറ്റഡ് ഓഫീസറാണ്. ഇപ്പോഴും എവിടെയും എപ്പോഴും ഞാൻ ആദ്യം പറയണതായിരിക്കും, ഞാനാണ് ജനറൽ മെറിറ്റിൽ ഏറ്റവും ലാസ്റ്റ്, എനിക്ക് കഴിഞ്ഞ് പിന്നെ ആർക്കും കിട്ടിയിട്ടില്ല. ആ ഒരു വാക്ക് ഞാൻ പറയും. അങ്ങനെ മാതാവ് എനിക്ക് ആ ഒരു ലിസ്റ്റിൽ ഒരു ഇടം തന്നു. ഇന്ന് ഞാൻ ആ ലിസ്റ്റിൽ കയറാൻ പറ്റാത്ത ഒത്തിരി സഹോദരങ്ങൾ എനിക്കറിയാം. അവർ വളരെ വിഷമത്തോടെ നോക്കി വിഷമിച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിജയം ഞാൻ കൃപാസന മാതാവിന് ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ ജീവിതം ആകെ വ്യത്യാസമാണ്. കാരണം ഞങ്ങൾ ഫാമിലിയോടെ മഹാരാഷ്ട്രയിലേക്ക് പോകേണ്ടി വന്നു. നാഗ്പൂർ സെറ്റിൽ അവിടെ പള്ളികളൊക്കെ വളരെ കുറവാണ്, പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളൊക്കെ കുറവാണ്, ദൂരെയൊക്കെയാണ്. എങ്കിലും ഞാൻ ഇവിടുന്ന് പോയപ്പോൾ മറാഠി, ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ മലയാളം ഇത്രയും പേപ്പർ ഞാൻ കരുതിയിരുന്നു. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കുറേ കാശ് രൂപവും ഉപ്പും പുസ്തകങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് പോകും. ആരെങ്കിലും ആവശ്യമാണെന്ന് കണ്ടാൽ അവർക്ക് ഞാനത് കൊടുക്കും. അപ്പോൾ അതിൽ 1-2 അടയാളങ്ങൾ എനിക്കുണ്ടായിട്ടുള്ളത്, ഞാൻ സുഖമില്ലാത്ത കുഞ്ഞുങ്ങൾ കാണുമ്പം അവർ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് കൊടുത്ത ശേഷം അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അതെന്നെ നേരിട്ട് എനിക്ക് കാണുമ്പോൾ ഞാൻ തന്നെ അത് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ റിലേറ്റീവ്സ് അകലെയാണ്, ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അവരെയും എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല, എനിക്ക് ഓടിച്ചെല്ലാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, തേനും ഉപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഞാൻ പറയും, വിശ്വാസ പ്രമാണം ചൊല്ലി ഇത് അപ്പന് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കണം, അങ്ങനെ പറയും. അതുപോലെ വീടിൻ്റെ ഭാഗത്തും അതായത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഉപയോഗിക്കും, വിഞ്ചരിച്ച ഉപ്പ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് എടുത്തിട്ട് പോയി അത് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ എവിടെയൊക്കെ ഈശോയുടെ നാമം വെളിപ്പെടുത്താൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്നെക്കാൾ അധികമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളാണ് എന്നെക്കാൾ അധികമായിട്ട് ഈശോയെയും മാതാവിനെയും കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അവരുടെ ലൈഫിൽ കൂടുതൽ നന്മകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണപ്പെടുന്നു. അപ്പോൾ എവിടെയൊക്കെയാണോ നമ്മൾ വചനം പ്രസംഗിക്കുകയും മാതാവിനെക്കുറിച്ച് പറയുകയും ഈശോയെക്കുറിച്ച് പറയുകയും നമ്മൾ ആ നന്മ പങ്കുവെക്കുകയും ചെയ്യുമ്പോഴെല്ലാം വചനത്തിലൂടെ ദൈവം അത് സ്ഥിരീകരിക്കുകയും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. പിന്നെ ചെറിയ സംഭവങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കേസിൽ ഞാൻ തടസ്സങ്ങൾ എവിടെയൊക്കെ വരും, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോഴും അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ, വീട് കിട്ടാതിരിക്കുമ്പോഴും എപ്പോഴും ഇപ്പം ഒരു ഉറപ്പുണ്ട്, വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണവും മാതാവും ഈശോയും ഞങ്ങളുടെ ഒപ്പമുണ്ടെന്നുള്ളത്. ഇതുപോലെ വലുതും ചെറുതുമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കാനാണ് വന്നത്, സാക്ഷ്യം പറയണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം മാതാവിനും കൃപാസന മാതാവിനും തിരുക്കുമാരനും എൻ്റെ സാക്ഷ്യം ഞാൻ സമർപ്പിക്കുന്നു. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ജിന എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി സാക്ഷ്യാനുഭവം നമ്മോട് പങ്കുവെക്കുകയായിരുന്നു വലിയ സന്തോഷത്തോടെ. മകൾ ആ സാക്ഷ്യം തുടങ്ങുമ്പോൾ തന്നെ മകളുടെ ജീവിതത്തിൻ്റെ സാഹചര്യം സൂചിപ്പിച്ചു. ആൾ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മകളാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഫഷൻ, ജോലിയിലേക്ക് മകൾക്ക് പ്രവേശിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് സർക്കാർ ജോലി ലഭിച്ചുവെങ്കിൽ കൂടിയും ഉള്ളിൽ എപ്പോഴും ഒരു വിങ്ങലുണ്ടായിരുന്നു. താൻ പഠിച്ചതിനൊത്ത വിധം തനിക്ക് ഉയരുവാൻ സാധിച്ചില്ലല്ലോ എന്ന് മകൾ പറയുന്നുണ്ട്. 11 വർഷം എഴുതാവുന്ന എണ്ണമില്ലാത്തത്രയും പരീക്ഷകൾ എഴുതി ഇത്തിരി കൂടി മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടി ഏറെ പരിശ്രമിച്ചിരുന്നു. അതെല്ലാം പാഴായിപ്പോയെന്ന്.
അതിനുശേഷമാണ് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത്, അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്, അമ്മയുടെ അരികിൽ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഒരു ബോധ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ മെറിറ്റുകൾ ഇല്ലാതാകുമ്പോൾ ദൈവകൃപയാൽ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മെറിറ്റിൽ ആശ്രയിക്കാതെ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തെ വിട്ടുകൊടുക്കുവാനുള്ള എളിമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ നമുക്കത് ദൈവികമായ ശക്തി ജീവിതത്തിൽ പ്രവഹിക്കുന്നത് കാണുവാൻ സാധിക്കും. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ എൻ്റെ ജീവിതത്തിൽ നാളിതുവരെ ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ദുരിതങ്ങളെ, പരാജയങ്ങളെ, ഞാൻ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നിടത്ത് എത്തിച്ചേരുവാൻ പറ്റാത്ത വിധത്തിലുള്ള തടസ്സങ്ങളെ, അത് മാറിപ്പോകുവാൻ എൻ്റെ പരിശ്രമങ്ങളെല്ലാം എനിക്കത് പാഴായി പോകുമ്പോൾ അത് എൻ്റെ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ജീവിതം, അതാണ് ഉടമ്പടിയിൽ നമ്മൾ ആരംഭിക്കുന്നത്. കാരണം എൻ്റെ കഴിവിനെയും എനിക്കുള്ള കാലിബറിനെയും എനിക്കുള്ള സാധ്യതകളെയും എനിക്കുള്ള ബന്ധുബലങ്ങളെയും എനിക്കുള്ള സാഹചര്യങ്ങളെയും ഒക്കെ ഞാൻ വിട്ടുകൊണ്ട് ദൈവശരണത്തിന് മാത്രം, ദൈവകൃപയിൽ മാത്രം ഒരു വിജയത്തിന് വേണ്ടി, ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മകൾ പറയുന്നുണ്ട്, ഇപ്പോൾ മകൾ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് ആ ഒരു ഗസറ്റഡ് റാങ്കിലുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മകൾ തയ്യാറെടുക്കുമ്പോൾ ഏറെ ക്ലേശമുള്ളൊരു പരീക്ഷ, ഏറെ കോമ്പറ്റിറ്റീവായിട്ടുള്ള ഒരു പരീക്ഷ, അത് എഴുതുമ്പോഴും മകളുടെ ശരണം മുഴുവനും അമ്മ മാതാവിൽ മാത്രമാണ്. ഇനി ഇത് അമ്മയിൽ നിന്ന് ലഭിച്ചുവെന്ന് മകൾ പറയുവാൻ കാരണം മകൾ ഏറ്റവും അവസാനത്തെ റാങ്കുകാരിയാണ്. ജനറൽ കാറ്റഗറിയിൽ ആ ജോലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അവസാനത്തെ റാങ്കുകാരിയാണ്. കാരണം വേണമെങ്കിൽ ഞാൻ കൂടി ഒഴിവാക്കപ്പെടാമായിരുന്നു. പക്ഷേ ഉടമ്പടിയിലുള്ള എൻ്റെ വിശുദ്ധിയും വിശ്വസ്തതയും അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത ജീവിതവും മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി സുവിശേഷം പറയുവാൻ വേണ്ടി ഞാൻ കാണിച്ചിരുന്ന എൻ്റെ തീഷ്ണത മകൾ തന്നെ സൂചിപ്പിച്ചു. ഹിന്ദി, മറാഠ, ഇംഗ്ലീഷ്, മലയാളം എല്ലാ കൃപാസനം പത്രങ്ങളും കൊണ്ടുപോയി ആർക്കെന്താണ് ഉപകരിക്കുക ആ രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനത്തെ തൻ്റെ ജീവിതം കൊണ്ട് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി കാണിച്ചിരുന്ന ഒരു ശ്രദ്ധ, അതാണ് അവൾക്ക് ഈ നല്ല ജോലിയിലേക്ക് പ്രൊമോഷൻ ലഭിക്കുവാൻ തക്കവിധം പരീക്ഷയ്ക്ക് വിജയം നൽകിയതെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ സാധ്യതകൾ അടയുന്നുവെന്ന് കാണുമ്പോൾ ആവർത്തിച്ച് പരാജയങ്ങൾ മാത്രം ജീവിതത്തിൽ വരുമ്പോൾ മേൽഗതിയിലേക്ക് ഉയരുവാൻ പറ്റുന്നില്ലെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടിയിൽ നിങ്ങൾ ഉറപ്പായി ദൈവശരണത്തിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അമ്മ എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹത്തോടെ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഉറപ്പിച്ച് നിങ്ങൾ ഉടമ്പടി നന്നായി ജീവിച്ചോളൂ. നമുക്കത് അനുഗ്രഹം കാണുവാനാവും. ഈ അൾത്താരയിൽ പറയുന്ന ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങൾ അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് തന്നെയാണ്. എൻ്റെ കഴിവിലല്ല, ദൈവകൃപയാൽ എൻ്റെ അമ്മ മാതാവിൻ്റെ പ്രത്യേക സഹായത്താൽ എനിക്ക് അർഹതയില്ലാതിരുന്ന, എനിക്ക് ലഭിക്കുവാൻ പ്രയാസമായിരുന്ന ഇടങ്ങളിലേക്ക് എൻ്റെ അമ്മ മാതാവ് എന്നെ സുന്ദരമായി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുവെന്ന്. അതുകൊണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നത് ഉടമ്പടി ജീവിതത്തിൽ നാം തുടങ്ങുമ്പോൾ കേൾക്കുന്ന ആദ്യത്തെ ഒരു ആപ്തവാക്യമാണ്. എൻ്റെ കഴിവുകളെല്ലാം എനിക്ക് തന്നെ കുറവായി തീരുമ്പോൾ എൻ്റെ കർത്താവും എൻ്റെ അമ്മ മാതാവും എൻ്റെ ജീവിതത്തെ ഉയർത്തുന്നതിന് വേണ്ടി അവിടുത്തെ സാന്നിധ്യവും സംരക്ഷണവും വിജയങ്ങളും നൽകി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. അത് ആ വിജയം നമുക്ക് ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയല്ല, മറിച്ച് ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തെ കൂടുതൽ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും നമ്മളെ ഉത്തരവാദിത്തപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഉടമ്പടി നമ്മൾ ഓർക്കണം. ഉടമ്പടി നമ്മൾ ജീവിക്കുമ്പോൾ ഉടമ്പടി പ്രകാരം ഒരു അനുഗ്രഹം ലഭിച്ചാൽ നമുക്ക് ഉത്തരവാദിത്തം ഇരട്ടിയാണ്. ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവികമായ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാനും. അതുകൊണ്ട് ഉടമ്പടി നമുക്ക് അനുഗ്രഹത്തിലേക്ക് തന്നെ നയിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ നമുക്ക് പുതിയ ആകാശം ഉടമ്പടി എപ്പോഴും നമുക്ക് വേണ്ടി ഒരുക്കിത്തരും. നമ്മൾ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായി ജീവിക്കുവാൻ ദൈവസന്നിധിയിൽ എന്നും എളിമയിൽ നിലനിൽക്കണം. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണെന്ന് ബോധ്യത്തോടു കൂടി എവിടെ വ്യാപരിക്കുന്നുവോ വ്യാപരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാവുകയും വേണം. അത് നിലനിൽക്കുന്ന സമാധാനം, നിലനിൽക്കുന്ന ഐശ്വര്യം, നിലനിൽക്കുന്ന വിജയങ്ങൾ അമ്മ തുടർച്ചയായി തരുന്നത് നമുക്ക് കാണുവാനാവും. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.